പ്രിയപ്പെട്ട ഇന്ദിരാജി ധീര രക്തസാക്ഷിത്വം വരിച്ചിട്ട് ഇന്ന് 28 വർഷം പൂർത്തിയാവുന്നു. ഇന്ദിരാജിയുടെ പാവനമായ സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് കേരള പ്രദേശ് ഗാന്ധി യുവമണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് കേരളമൊട്ടാകെ ഇന്ദിരാ സ്മരണ പുതുക്കുന്നു. രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും പരിപാലിക്കുന്നതിന് വേണ്ടി പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ ശ്രീമതി ഇന്ദിരാജി വഹിച്ച ബൃഹത്തായ പ്രവർത്തനങ്ങൾ മഹത്തരമായി നിലകൊള്ളുന്നു എന്നുള്ളതാണ് വസ്തുത. ചേരിചേരാ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകുക വഴിയും അതിന്റെ അധ്യക്ഷസ്ഥാനം വഹിക്കുക വഴിയും രാഷ്ട്രത്തിന്റെ മഹനീയമായ അഹിംസയിലൂന്നിയ അന്തസ്സ് ഉയർത്തിപ്പിടിച്ച ഇന്ദിരാജി രാഷ്ട്രത്തിന്റെ ചേതനാപരമായ മുന്നേറ്റത്തിന് ആക്കം വർദ്ധിപ്പിക്കുകയും ഗാന്ധിയൻ ദർശനങ്ങൾക്ക് പരിപാലനത്വം നൽകി ലോകമെങ്ങും വാഴ്ത്തപ്പെട്ട ഒരു ജനാധിപത്യ രാഷ്ട്രമായി ഭാരതത്തെ ഉയർത്തിക്കൊണ്ടുവരുവാനും ഗാന്ധിയൻ ഇച്ഛാശക്തി അധിഷ്ഠിതമായിക്കൊണ്ട് ഇന്ത്യയുടെ പരിപാലനമായ നാനാത്വത്തിൽ ഏകത്വം എന്ന മഹനീയ സന്ദേശം പ്രചരിപ്പിച്ച് ദേശരക്ഷയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ലോക നന്മയ്ക്ക് ഉതകുന്ന ഗാന്ധിയൻ ആശയങ്ങളിലൂടെ രാഷ്ട്രത്തിന്റെ സമുന്നതമായ മുന്നേറ്റത്തെ ലോകത്തിന്റെ മുന്നിൽ ഉയർത്തിക്കാട്ടിയ ധീര ദേശാഭിമാനിയായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട ധീര രക്തസാക്ഷിത്വം വരിച്ച നമ്മുടെ ഇന്ദിരാജി, ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി. ശാസ്ത്ര സാങ്കേതിക രംഗത്തിൽ ന്യൂനതമായ അഭ്യുന്നതി സൃഷ്ടിക്കുവാൻ അഹോരാത്രം ശ്രമിച്ച ഇന്ദിരാജി ശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലുള്ള ഔന്നത്യത്തെ ഏത് രീതിയിലും ഉയർത്തിക്കെട്ടുവാൻ അത് രാഷ്ട്രത്തിന്റെ നാനാ കോണുകളിൽ എത്തിക്കുവാൻ അഹോരാത്രം എത്തിച്ചു. സാങ്കേതിക രംഗത്തെ കമ്പ്യൂട്ടർവൽക്കരണത്തെ അനുകൂലിക്കാത്ത ഒരു സമീപനമായിരുന്നു ഇന്ദിരാജിക്കുണ്ടായിരുന്നെങ്കിലും ആ ലക്ഷ്യ ചിന്താഗതിക്ക് ആധാരമായിട്ടുള്ള വസ്തുതയായിരുന്നു അവരുടെ പഠനത്തിൽ മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് എന്നുള്ളതുകൊണ്ടാണ് കമ്പ്യൂട്ടർ ശൃംഖല രാജ്യത്തിൽ വ്യാപരിക്കുന്നതിന് ആദ്യം തന്നെ ന്യൂനതമായ ഒരു കാഴ്ചപ്പാട് ഉൾക്കൊള്ളാറുള്ളത്. അപകടകരമായ പരിസ്ഥിതി രാഷ്ട്രത്തിന്റെ ന്യൂനതമായ മുന്നേറ്റവും ചോർന്നു പോകുന്ന ഒരു പരിസ്ഥിതി കമ്പ്യൂട്ടർ തരംഗങ്ങളിലൂടെ സൃഷ്ടിക്കുന്നു. അത് വൈദേശിക ആധിപത്യത്തിൽ ദോഷകരമായ പരിസ്ഥിതി സംജാതമാക്കുമെന്നും അക്രമരാഹിത്യം എന്ന മഹനീയമായ ചിന്താഗതിക്ക് ദോഷം തട്ടുന്ന പ്രവർത്തനങ്ങൾക്ക് ആക്കം വർദ്ധിപ്പിക്കുവാൻ ഇത് ഉപകരിക്കുമെന്നും ഇന്ദിരാജിക്ക് ചിന്തിച്ചുകൊണ്ടാണ് കമ്പ്യൂട്ടർ ശൃംഖലയുടെ വിന്യാസത്തെ സംബന്ധിച്ചിടത്തോളം ന്യൂനതമായ ഒരു കാഴ്ചപ്പാടിലൂടെ അത് വിപുലീകരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങൾക്ക് ആക്കം വർദ്ധിപ്പിക്കാതെ മുന്നോട്ട് നീങ്ങിയത്. എങ്കിലും ആധുനിക ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ന്യൂനതമായ അധ്യയനം സൃഷ്ടിക്കുന്ന അന്റാർട്ടിക്ക പര്യവേക്ഷണ സംഘത്തെ നിയോഗിക്കുകയും രാഷ്ട്രത്തെ ശാസ്ത്ര ടെലികമ്മ്യൂണിക്കേഷൻ മേഖലയിലൊക്കെ ന്യൂനതമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ ഉതകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഇന്ത്യയിലെ ശക്തിയായിരുന്നു പ്രധാനമന്ത്രിയായിരുന്നു ശ്രീമതി ഗാന്ധി. ശ്രീമതി ഗാന്ധി 1984 ഒക്ടോബർ മാസം 31 തന്റെ വാസസ്ഥാനത്ത് തന്നെ അതിദാരുണമായ വെടിയുണ്ടയേറ്റ് പിടഞ്ഞു വീണ് മരിച്ച് ഈ രാഷ്ട്രത്തെ രക്തസാക്ഷിയായിത്തീർന്നു. മഹാത്മാഗാന്ധിയുടെ ചിന്താഗതി ഇഴുകിച്ചേരുകയും മഹാത്മാഗാന്ധി ധീര രക്തസാക്ഷിത്വം വരിച്ച അതിൽ നിന്ന് വ്യത്യസ്തമല്ലാതെ തന്നെ അക്രമരാഹിത്യത്തിന് വേണ്ടി ചേരിചേരാ പ്രസ്ഥാനത്തിലൂടെ രാജ്യത്തെ അഭിമാനപൂർവ്വം ഉയർത്തിപ്പിടിച്ച് ലോകത്തിന്റെ മുമ്പിൽ ജനാധിപത്യപരമായ ഏഷ്യയിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രത്തെ ലോകരാഷ്ട്രങ്ങളിൽ അഭിമാനപൂർവ്വമായി ഉൾക്കൊള്ളത്തക്ക രീതിയിൽ ഇന്ത്യയുടെ അഭിമാനം ഉയർത്തിയ ജനാധിപത്യത്തിന്റെ ഒരു വികായം സൃഷ്ടിച്ച മഹാത്മാഗാന്ധിയുടെ ഇച്ഛാശക്തിക്ക് അനുസൃതമായ ഒരു കാഴ്ചപ്പാട് ഇരിച്ചേർന്ന് പ്രവർത്തിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നമ്മുടെ ഇന്ദിരാജി വെടിയേറ്റ് മരിച്ചപ്പോൾ രാഷ്ട്രത്തിന്റെ ചേതനയ്ക്കും രാഷ്ട്രത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിനും മുന്നോട്ടുള്ള സർഗാത്മകമായ പ്രവർത്തന പന്താവുകൾക്കുമേറ്റ ഒരു മുറിവായി കണ്ടു. ഈ രാഷ്ട്രത്തെ ജനങ്ങൾ അതിനെ ദുഃഖത്തോടു കൂടി ആ ദുഃഖ സ്മരണ ഉയർത്തുന്ന ചിന്താ പന്താവുകളിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് ആ ധീരമായ പ്രവർത്തനങ്ങൾ രാഷ്ട്രത്തിന് വേണ്ടി നയിക്കപ്പെട്ട് രാഷ്ട്രത്തെ ഏകസുറ്റ രീതിയിൽ ഉയർത്തിയ ഇന്ദിരാജിയുടെ പാവനമായ സ്മരണയിൽ ഈ
ഇഴുകിച്ചേർന്നുകൊണ്ട് രാഷ്ട്രത്ത് ഇന്ദിരാജി അമർ രഹേ എന്ന മുദ്രാവാക്യവുമായി രാഷ്ട്രമെമ്പാടുമുള്ള ജനത ആ ദുഃഖത്തിൽ പങ്കാളിയാവുകയും ഇന്ദിരാജിയുടെ പാവനമായ ചിന്താബന്ധാവിൽ ഇഴുകിച്ചേർന്നുകൊണ്ട് പ്രാർത്ഥനാ സംഗമങ്ങൾ നടത്തുകയും സർവമത സാഹോദര്യം പുലർത്തിയ അവരുടെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെ അയൽവെക്കൊണ്ട് രാജ്യമെങ്ങും ഇന്ദിരാജിയുടെ പാവന പ്രീതിക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുവെങ്കിൽ ഇന്ന് പ്രിയപ്പെട്ട ആ മഹാത്മാഗാന്ധിയുടെ പാവന ചിന്താ പാതാവിലൂടെ വളർന്ന രാഷ്ട്രത്തെ ജനാധിപത്യപരമായി ഉയർത്തി ചേതനയോടെ നിലനിർത്തിയ നമ്മുടെ പ്രിയപ്പെട്ട ഇന്ദിരാജിയുടെ 28ാമത് രക്തസാക്ഷിത്വ വാർഷിക ദിനമായ ഇന്ന് ഭാരതമെമ്പാടും രാഷ്ട്ര പുനരർപ്പണ ദിനമായി ആചരിക്കുന്നു. രാഷ്ട്ര സങ്കല്പ ദിവസം അഥവാ രാഷ്ട്ര പുനരർപ്പണ ദിനമായി ആചരിക്കുമ്പോൾ ഗാന്ധിയൻ ഇച്ഛാശക്തി ഇരിച്ചേർന്ന് പ്രവർത്തിച്ച ഇന്ത്യയുടെ ഭരണാധികാരിയായ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നമ്മുടെ പ്രിയപ്പെട്ട ഇന്ദിരാജിയുടെ പാവനമായ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തും കേരളമൊട്ടാകെയും രാജ്യമെമ്പാടും പ്രസ്ഥാനത്തിന്റെ നേതൃനിരയിലുള്ള ആ ദേശസ്നേഹത്തിന്റെ വഴിത്താരയിലൂടെ ലോകമെമ്പാടും ഇന്ദിരാജിയുടെ പാവനമായ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്ന ഈ നിമിഷത്തിൽ കേരള പ്രദേശ് ഗാന്ധി യുവമണ്ഡലവും ഈ രാഷ്ട്ര സങ്കല്പ ദിവസ് അഥവാ ദേശീയ പുനരർപ്പണ ദിവസത്തിൽ പങ്കാളിയായിക്കൊണ്ട് ഈ കേരളമൊട്ടാകെ കേരള പ്രദേശ് ഗാന്ധി യുവമണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ ഇന്ദിരാജിയുടെ പാവനമായ ഭരണ അയവിറക്കിക്കൊണ്ട് രാഷ്ട്രത്തിൽ അക്രമരാഹിത്യമായ ഒരു പ്രവർത്തന ബന്ധാവ് ആവിഷ്കരിക്കുവാനുള്ള പ്രചോദനത്തിൽ ഇരിച്ചേരുകയും അക്രമരാഹിത്യത്തിന് വേണ്ടി പ്രവർത്തിച്ച് മുന്നോട്ട് പോവുകയും ചെയ്ത ആ ഇന്ദിരാജി ആ ഗാന്ധിയൻ ദർശനത്തിൽ ഇരിച്ചേർന്ന അക്രമ രാഹിത്യത്തിനെതിരായി പ്രവർത്തിച്ച ഒരു പ്രവർത്തന ബന്ധാവിൽ അടിപ്പെട്ട ചില ചിന്താ ബന്ധാവുകൾ ഇന്ദിരാജിക്കെതിരെ അപ്രതീക്ഷിതമായി നിറയൊഴിച്ച് വൈശാചികമായി ആ വധിക്കപ്പെട്ട ആ ധീര രക്തസാക്ഷിത്വത്തിന്റെ ആ പാവനമായ സ്മരണയെ ഉൾക്കാഴ്ചയോടെ ഉൾക്കൊണ്ടുകൊണ്ട് രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും പരിപാലിക്കുവാനും ഈ രാജ്യത്തെ അക്രമരഹിതമായ ജീവിതത്തിൽ പുലർത്തുവാൻ ഐക്യത്തിന്റെ കാവളത്വം ഉയർത്തുവാനും മതപരമായ ഐക്യവും സൗഹാർദ്ദപരമായ സമീപനവും ഇരിച്ചേർന്നുകൊണ്ടും രാഷ്ട്രത്തിന്റെ ചേതന ഉൾക്കൊണ്ടുകൊണ്ടും രാജ്യത്തെ ഭീകരതയ്ക്കെതിരെ സമാധാനപരമായ ജീവിതത്തിൽ പുലർത്തുവാനുള്ള ആഹ്വാനത്തിൽ പങ്കാളിയാക്കുവാനുള്ള ആ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് രാഷ്ട്ര സങ്കല്പ ദിവസമായി ഈ രക്തസാക്ഷി ദിനം ആചരിക്കുമ്പോൾ കേരള പ്രദേശ് ഗാന്ധി യുവമണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ കേരളമൊട്ടാകെ ദേശീയ പുനരർപ്പണ ദിവസമായ ആ ഈ ദിനത്തിൽ പങ്കാളിയായിക്കൊണ്ട് രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും പരിപാലിക്കുവാൻ അക്രമരാഹിത്യത്തിലൂടെയുള്ള ഒരു പ്രവർത്തനത്തിന് ആക്കം വർദ്ധിപ്പിക്കുവാൻ കേരളത്തിലെയും പ്രത്യേകിച്ച് ഭാരതത്തിലെയും ജനങ്ങളോട് ആഹ്വാനം ചെയ്യുക മാത്രമാണ്. അതോടൊപ്പം രാഷ്ട്രത്തിൽ സമാധാനം പുനരുവാനുള്ള സന്ദേശത്തിന് ആക്കം വർദ്ധിപ്പിക്കുവാനുള്ള പ്രചോദനവും കൂടി ഈ രാഷ്ട്ര പുനരർപ്പണ ദിവസത്തിൽ ഈ രാഷ്ട്ര സങ്കല്പ ദിവസത്തിൽ ഉൾക്കൊള്ളുവാൻ കഴിയണമെന്നും അത് ഉൾക്കൊണ്ടുകൊണ്ട് ആ ലക്ഷ്യബോധത്തോടുകൂടി നമ്മുടെ പ്രിയപ്പെട്ട ഇന്ദിരാജിയുടെ പാവനമായ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് മുന്നേറുവാൻ സ്നേഹപൂർവ്വം കേരള ജനതയോടും ഭാരത സമൂഹത്തോടും ജനാധിപത്യപരമായ രാഷ്ട്ര മുന്നേറ്റത്തിന് ആഗ്രഹിക്കുന്ന ദേശസ്നേഹികളോടും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. 28ാമത് ചരമവാർഷിക ദിനമായ രക്തസാക്ഷിത്വ ദിനമായ ഇന്ന്